ഇപ്പൊ നടക്കുന്ന ട്രെൻഡിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. എനിക്കൊന്ന് ജപ്പാനിലാണോ US-ലാണോ എവിടെയോ ദർ ഇസ് എ സ്റ്റോറിൽ ഡെലിവറി ബോക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ദർ ഇസ് ഒരു എനിക്കൊന്ന് ബോർഡ് മാത്രമേ ഉള്ളൂ. ദെൻ ദർ ഇസ് എ ഹോൾ. ഓക്കെ ആൻഡ് ദ പ്രോഡക്റ്റ് ഇസ് ഡെലിവറിങ് ത്രൂ ദാറ്റ് ഹോൾ. ഐ തിങ്ക് ഐസ്ക്രീമോ എന്തോ ആണ്. ഒന്നുമില്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് അല്ലെ. ഇപ്പം നമ്മുടെ ഇവിടെ പല ഷോപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് വെറുതെ കൊണ്ടുതരേണ്ട ഒരു പ്രൊഡക്റ്റ്. ഇപ്പം മാങ്ങ അവർക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പ്ലേറ്റിനകത്ത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, കൊണ്ട് സെർവ് ചെയ്താൽ മതി, കുറച്ച് മുളകുപൊടി ഇട്ടാൽ മതി. ശരിയാണ്. അവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോർത്തിനകത്ത് കെട്ടി അവിടെ ഒന്ന് തല്ലി ചതച്ചിട്ട് മുളകുപൊടിയൊക്കെ ഇട്ടിട്ട് തുറന്ന് നിങ്ങൾക്ക് തരും. എന്തിന്? നിങ്ങൾ ഷാപ്പ് റെസ്റ്റോറന്റ് കാര്യമാണ്. അതേപോലെ തന്നെ US-ല് അത് അതിനായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. കാരണം എന്താ അറിയോ, അത് കോമ്പൗണ്ടിങ് ഓഫ് കണ്ടന്റ് ആണ്. അവരിടുന്നു, വരുന്ന ആൾക്കാർ ബിക്കോസ് അത് ആ എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത്. ഇപ്പൊ സാൾട്ട് ബേ പുള്ളിയുടെ ആ ഒരു സ്പ്രിംഗ്ലിംഗ് ലൈക്ക് ഇറ്റ് വാസ് വേൾഡ് വൈഡ് ട്രെൻഡ്. അതേപോലെ പല എക്സാമ്പിൾസ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ UAE-ലാണെന്ന് തോന്നുന്നു, ഒരു നീളം കുറഞ്ഞ ഒരാൾ വന്നിട്ട് ഒരു വെച്ചിട്ട് ഇങ്ങനെ കറക്കി സ്പ്രെഡ് ചെയ്തിട്ട് തരുന്നത്. ദർ ഇസ് നത്തിങ് ന്യൂ ബട്ട് ദ എക്സ്പീരിയൻസ്. കറക്റ്റ്. ദാറ്റ് വർക്ക്സ് ഓൺ സോഷ്യൽ മീഡിയ. അവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഇപ്പൊ ഡോളി ചായവാല നിങ്ങൾക്ക് ഒരു ഏലക്ക വന്നിട്ട് പൈസ എന്നാ പിടി എന്ന് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ മേ ബി ഹിസ് ആക്ഷൻ, ഹിസ് ലുക്ക് can be anything. That works. പിന്നെ ഈ അടിയും it can be anything. എനിക്കൊന്ന് കേരളത്തിലും there is some possibility people can create a brand based on that. ഉറപ്പായിട്ടും. എനിക്കൊന്ന് കാലിക്കറ്റ് ആണ് തോന്നുന്നു ഒരാൾ മറ്റേ ചായ ഇങ്ങനെ പൊക്കി അടിച്ചിട്ട് കറക്കുന്നേ കണ്ടുണ്ടോ? അങ്ങനെ പരിപാടി ഉണ്ടോ? കാലിക്കറ്റിൽ ഒരു ചായ കിടക്കാനുണ്ട്. പുള്ളി എടുത്ത് എറിയും ചായ, എന്നിട്ട് കറക്റ്റ് ഗ്ലാസ് ഇട്ടിട്ട് ടേബിളിൽ കൊണ്ട് ഇങ്ങനെ കറക്കി ഇടും. എല്ലാ ഫുഡ് ബ്ലോഗേഴ്സും പോയി എടുക്കാറുണ്ട്. അതേപോലെ തന്നെ മസാല സോഡ. ചില വീഡിയോസ് that video is getting viral. ചില ഫുഡ് സ്പോട്ടുകളൊക്കെ നിങ്ങക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല എന്റെ എത്രത്തോളമാണ് എന്റെ. ഇപ്പൊ അടുത്ത് കൂന്തള് നിറച്ചത് ഫേമസ് ആയിരുന്നു. കാലിക്കറ്റ് ആണെന്ന് തോന്നുന്നു. കാലിക്കറ്റ് ബീച്ചിൽ ഞാൻ അവിടെ പോയി, ഞാൻ ആകെ വണ്ടടിച്ചു പോയി. കാരണം ഒരു 100 പേര് ലൈൻ നിൽക്കുക. ഈ സാധനം ഭയങ്കര ജഗമക സംഭവം ഒന്നുമല്ല, പക്ഷെ ജസ്റ്റ് ബിക്കോസ് സോഷ്യൽ മീഡിയ ഈസ് പൊട്രയിങ് ദാറ്റ് ഇറ്റ് ബിക്കേം എ ഹ്യൂജ് ഹിറ്റ്. ആൻഡ് ഈവൻ നെസ്റ്റോ വരെ ഇപ്പം കൂന്തള് നിറച്ച് വെക്കാൻ തുടങ്ങി.